ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിറ്റൂസ് ലൈഫ് വ്ലോഗ്. അപ്പം എത്ര കുത്തിയിട്ട് അങ്ങനെ മേന വരുന്നില്ല. ഞാൻ കുറേ ആയി സ്കാർഫ് കുത്താത്തത്. സംഭവം എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാൻ സ്കാർഫ് അങ്ങനെ എനിക്ക് ടർബനൊക്കെ ഇട്ട് കുത്തിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. തലവേദന എടുക്കും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ കോൽ അങ്ങോട്ട് മാറും. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ അധികവും ഞാൻ സ്കാർഫ് ചെയ്യാറുണ്ട്. പക്ഷെ പുറത്തിറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ തനി രൂപ പുറത്തേക്ക് വരും കേട്ടോ. കാരണം ഞാൻ സ്കാർഫും കാര്യങ്ങളൊക്കെ വിളിച്ചെറിഞ്ഞ് ഞാൻ എൻ്റെതായ കൂൾ മൈൻഡിൽ അങ്ങ് നടക്കും കേട്ടോ. അപ്പം ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എൻ്റെ പഴയ റൂമിലേക്കാണ്, അതായത് എൻ്റെ ബ്രദറിൻ്റെ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ചൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. മൂത്ത ബ്രദർ വരുന്നുണ്ട്, അവൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, മാളിലൊക്കെ പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നേരെ പോകുന്നത് അസ്കറിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് നമ്മൾ കുറേ ടൈം അവിടെ നിന്ന് പ്ലാൻ ഇട്ടത്, പിന്നെ ലാസ്റ്റ് എത്തിയതാണ് അൽഫാം ആക്കാൻ പോയാലോ എന്ന്. കുറേ ആയി വിചാരിക്കുന്നത് ഇവിടെ വന്നിട്ട് അൽഫാം ചുടാൻ പോകണമെന്ന്. അപ്പം കറക്റ്റ് എല്ലാവരും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളത് ഇങ്ങനെ നീട്ടി പോയി വെച്ചിട്ട് 6 മാസമായി. അപ്പം ഇന്ന് എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അൽഫാമിനുള്ള മന്തി എന്ന് പറയുന്നത് അൽഫാമിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി. മെഹ്റക്ക് ഇവിടെ വന്നേരം അപ്പുറത്തു നിന്നൊക്കെ അവളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. മെഹ്റ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന ടൈം അവളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ അൽഫിയോ ഉണ്ടായിന്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, അവിടത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അൽഫാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ മൂഞ്ചിപ്പോയി ഗൈസ്. കാരണം അവിടെ ബോർഡ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ഗ്രില്ല് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ അന്തരിച്ച് നമ്മൾ അവിടെ നിന്നു. എന്താ ഈ നെക്സ്റ്റ് പ്ലാന് ടൈം ഒരുപാടായിട്ടുണ്ടായിനി. പിന്നെ ലാസ്റ്റ് ഉള്ള സ്ഥലമാണ്, നമുക്ക് എവിടെ പോകാൻ കിട്ടിയിട്ടില്ലെങ്കിലുള്ള ലാസ്റ്റ് ഉള്ള സ്ഥലമാണ് ദൂറത്തിൽ ബഹ്റൈൻ. ദൂറത്തിൽ ബഹ്റൈനാണ് ഉപ്പ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പാൻ്റെ അവിടത്തേക്കാണ് പോകുന്നത്. ഗ്രില്ല് ചെയ്യണമെന്നില്ല പ്ലാൻ ഉണ്ടായപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്നുണ്ടായതുകൊണ്ട് നമ്മൾ ചിക്കനും മസാല ഇടേണ്ടത് മാത്രമേ ഓർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. അതായത് ഈ ചിക്കൻ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഗ്രില്ലും ചാർക്കോളും സംഭവങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഫസ്റ്റ് പോയ പാർക്കിലെത്തിയപ്പോഴാണ് നമ്മളെല്ലാവരും ഓർക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2-3 ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ചോദിച്ചു ആരെ കയ്യിലും ഗ്രില്ല് ഉണ്ടായിട്ടില്ല. പിന്നെ അതും ഒരു ഇതായി, എന്താ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ടിലായി. പിന്നെ ഇന്നും ഗ്രില്ല് നടക്കുമോ, അല്ലെങ്കിൽ ഇതും നീട്ടി വെക്കേണ്ടി വരുമോ, ഫ്രിഡ്ജിൽ കയറ്റേണ്ടി വരുമോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ തിങ്കിങ് ഉണ്ടായത്. കാരണം ഞാനാണ് പ്ലാൻ പറഞ്ഞത് നമുക്കിന്ന് ഗ്രില്ല് വെക്കാൻ പോയാലോ എന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലേസ് ഓർമ്മ വന്നത് കേട്ടോ, ദൂറത്തുൽ ബഹ്റൈൻ. ഇവിടെ ഇവർക്ക് വേണ്ടിക്ക്, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിക്ക് അവർ പാർക്ക്, ഈ കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെ സൈഡിൽ തന്നെ അവർ ഗ്രില്ലും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് ചാർക്കോൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകണ്ടൂ, ചിക്കനും. അപ്പം നമുക്കത് കൂളായിട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആയിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഫസ്റ്റ് റെഡി ആയിരുന്നു കേട്ടോ. അത് അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാൻ പാടില്ല, ഗ്രില്ല് ചെയ്യാനും പാടില്ല, നമ്മളെ കയ്യിൽ ഗ്രില്ലും ഇല്ല. അപ്പം പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ദൂരത്തിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ വ്യാഴം വെള്ളിയാണ് കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരാറ്. അവരുടേതായ ഫാമിലിയും ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാറ് വ്യാഴം വെള്ളിയാണ്. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മളും പോയിട്ടുണ്ടായത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10:30 ഒരു ടൈമിനാണ് തോന്നുന്നു നമ്മൾ ദൂരത്തെത്തിയിട്ടുണ്ടായത്. അപ്പോൾ പോകുമ്പം തന്നെ പറയുന്നുണ്ടായിനി ഇനിയിപ്പോൾ ചാർക്കോൾ കത്തിക്കാൻ നിന്നാലും ആക്കിയാലും ഒരു ടൈമാവും, അതറിയുന്നാവുമല്ലോ എല്ലാവർക്കും. ഗ്രില്ലെടുക്കാൻ മറന്നെങ്കിലും നമ്മൾ പാത്രങ്ങൾ എടുക്കാനൊന്നും മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പാത്രം എടുത്തിട്ടുണ്ടായിനി. അതിന് കെച്ചപ്പിൻ്റെ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിനി. പക്ഷേ ആക്കിയെടുക്കേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടില്ല. മെയിനായിട്ടുള്ള സാധനം മാത്രം നമ്മൾ ആ ടൈം എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലാണ് കേട്ടോ, ഒരു വലിയൊരു മന്തി കഴിക്കുന്ന ബൗളിലാണ് നമ്മൾ കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ചാർക്കോൾ നമ്മൾ നേരെ അത് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ടായിനി. ഒരു ഒരു ഫോയിൽ ഇട്ടിട്ട് ആ ഫോയിലിൻ്റെ മേളിലേക്ക് ചാർക്കോൾ ഇട്ടിട്ടാട്ടോ നമ്മൾ പിന്നെ കത്തിച്ചിട്ടുണ്ടായത്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് പിള്ളേർ പാർക്കും കൂടി വരുന്നത്. അപ്പോൾ പിള്ളേരുടെ കാര്യത്തിലും ഒരു എൻജോയ്മെൻ്റായി അവർക്ക്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കത്തിക്കുന്നത് നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അവർക്കൊരു ബോറിംഗ് ആയിരിക്കും പിള്ളേർക്ക്. അപ്പോൾ ഇതായാൽ അവർക്ക് കളിക്കാം, ഇഷ്ടംപോലെ അവർക്ക് കളിക്കാം. അപ്പോൾ ഇവിടുന്ന് മെഹറി, അൽഫി, ഫാത്തിയൊക്കെ ഇവിടുന്ന് കളിക്കാൻ കേട്ടോ. ആ ടൈമിൽ നമ്മളിങ്ങനെ ചാർക്കോൾ ചാർക്കോളൊന്ന് കത്തിക്കിട്ടാൻ വേണ്ടിക്ക് ഭയങ്കര പണിയല്ലേ. അപ്പോൾ ഫസ്റ്റ് കത്തിക്കാനുള്ള അതിൻ്റെ തത്രപ്പാടിലാണ്, അങ്ങനെ തന്നെയാണല്ലോ പറയാ, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയാൻ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ ഫോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോയിൽ അവിടെ വെച്ചിട്ട് ആ ഫോയിലിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് കത്തിയത്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്, സാലഡ്, അമ്മൂസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അതിന് കൂടെ പെപ്സി, 7up സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. അൽഫാവും അമ്മ ആവുമ്പോഴേക്കും ഇതൊക്കെ പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുടിച്ചിട്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കുറച്ച് ആക്റ്റീവ് കുറവാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മീൻസ് എന്നെ ഡെയിലി ആയിട്ട് എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർ, അതായത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയെന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് തീരെ ആക്റ്റീവ് അല്ല, തീരെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നൊക്കെ. അപ്പം എനിക്ക് ആ വീഡിയോയിൽ എന്താണെന്നറിയില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തീരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതിലെന്താ എക്സ്പ്ലെയിൻ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പെട്ടെന്ന് ഒരു ഷോർട്ടായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ തീർത്തത് കേട്ടോ. അപ്പം ഇതാ നമ്മൾ അൽഫാമൊക്കെ തീയൊക്കെ ഏകദേശം കണലായപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മേലിങ്ങനെ ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ വെച്ച് അതിൻ്റെ മേലിങ്ങനെ അത് തീ കൊള്ളുമ്പോൾ ഇങ്ങനെ കരിഞ്ഞ് വരില്ലേ, അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ച് വരണമല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കാന്ന് കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര ടൈമൊന്നും എടുത്തില്ല ചിക്കൻ ആവാൻ വേണ്ടിക്ക്. ഒരു 12:30 ആകുമ്പോഴേക്ക് തന്നെ ചിക്കനൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായി, ഈ ഫുഡും കാര്യവും എന്താ പറയുക, പ്ലേറ്റും ഗ്ലാസും അങ്ങനെ ഐറ്റംസൊക്കെ എടുത്ത് വെച്ച്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കില്ലെന്ന് കേട്ടോ. ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ എടുത്ത് പോകുക. ഏകദേശം എല്ലാവരും വിശന്നിട്ടൊരു ലെവലിലെത്തിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേകിച്ച് ടേസ്റ്റാന്ന് പറയൂലേ, അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ ഉണ്ടായത്. ഇതാ നല്ലോണം ബന്ധ് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നല്ല അടിപൊളിക്കായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും കളിച്ച് സമയം പോയത് തീരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഇങ്ങനെ പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലായി. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പോവാറുണ്ടോ? എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മെഹറയും എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഉമ്മ സെമീറിനെയും കൊണ്ട് അങ്ങ് തൊട്ടിലിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ആട്ടുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വലിയ സപ്ലൈ ചെയ്യുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓരോരൊക്കെ ഇങ്ങനെ പീസൊക്കെ ഇങ്ങനെ ഷോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന കേട്ടോ. ഇടയിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കണേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഓരോ ക്ലിപ്പ് ഇങ്ങനെ മറന്നു പോകും. അതായത് ഞാൻ ഇങ്ങനെ ക്യാമറ ഓണാക്കാൻ മറന്നു പോകും. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കും, പക്ഷേ അത് ക്യാമറ ഓണായിട്ടുണ്ടാവില്ല. അധിക ക്ലിപ്പ് അങ്ങനെയാണ് കേട്ടോ എൻ്റെ നിന്ന് പോവാറ്. അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനിരുന്നാൽ എനിക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡ് വരും. അതാണ് വലിയ പ്രശ്നം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വ്ളോഗ്. നിങ്ങളെ ഫാമിലി ആയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോയാൽ എൻജോയ് ചെയ്യുക. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരും അവരവരെ റൂമിലോട്ട് പോയേട്ടാ. അപ്പം ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.